അല്ല ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ഓൾഡ് ടൈമിൽ നമ്മൾക്കൊരു ബ്ലഡ് എഫക്റ്റ് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു ഗൈസ്. അത് എങ്ങനെ നമ്മളെ വീണ്ടും നമ്മളെ ഫ്രീ ഫയറിലോട്ട് എങ്ങനെ കൊണ്ടുവരുന്നത് പറഞ്ഞൊരു വീഡിയോ ആണ് ഗൈസ്. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 2 വർഷം മുന്നേ നമ്മളെ ഫ്രീ ഫയർ ഇന്ത്യ കൊണ്ടുവരാൻ വേണ്ടി ഫ്രീ ഫയർ കാണിച്ചൊരു മൂഞ്ചി പരിപാടിയാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എനിമീനെ അടിക്കുമ്പോൾ നല്ല ബ്ലഡ് എഫക്റ്റായി വരുന്നൊരു സംഭവമാണ് ഗൈസ്. ഇപ്പോൾ അതൊന്നും ഇല്ല, ഇപ്പം ബ്ലഡ് എഫക്റ്റും ഇല്ല, ഒരു കുന്തവും ഇല്ല. അതോ ഫ്രീ ഫയർ ഇന്ത്യ ഉണ്ടോ അതും ഇല്ല ഗൈസ്. അപ്പോൾ നമ്മളെങ്ങനെ നമ്മളെ ഫ്രീ ഫയറിലോട്ട് ബ്ലഡ് എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരുന്നത് നമ്മൾ നോക്കുന്ന വീഡിയോ ആണ് ഗൈസ്. ഇത് കുറച്ച് നേരത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക. വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഫുള്ള് കാണാൻ നോക്കുക. നമ്മൾ ഈ വീഡിയോ പറയുന്ന എല്ലാം ഫുള്ള് കാണാൻ നോക്കുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. വീഡിയോക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബ് അടിക്കുന്നത്, സബ്സ്ക്രൈബ് ലൈക്ക് അടിച്ച് വീഡിയോ കാണാൻ നോക്കുക. നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് അടിച്ച് വീഡിയോ കാണാൻ നോക്കുക ഗൈസ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഗൈസ് നമ്മൾ ബ്ലഡ് എഫക്റ്റ്. ഇത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയാം ഗൈസ്, എന്നാലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. നമ്മളിപ്പോൾ എനിമീനെ അടിക്കുമ്പോൾ കണ്ട ഗൈസ് നമ്മൾ ബ്ലഡ് ഇങ്ങനെ തെറിക്കുന്ന ഒരു എഫക്റ്റാണ് ഗൈസ് നമ്മൾ ബ്ലഡ് എഫക്റ്റ്. ഇതെങ്ങനെ നമ്മൾ ഫ്രീ ഫയറിലോട്ട് കൊണ്ടുവരാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക. ഇത് നമ്മളെ യൂട്യൂബേഴ്സിനൊക്കെ നല്ല യൂസ്ഫുള്ളായ വീഡിയോസ് ആയിരിക്കും. എന്നിട്ട് ഗെയിം പ്ലേ കളിക്കുന്ന നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഇടുമ്പോൾ എല്ലാവരും ഒന്ന് കുറച്ചും കൂടെ നമ്മൾ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ കണ്ടോ ബ്ലഡ് ഇങ്ങനെ തെറിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് യൂട്യൂബേഴ്സിന് ഒരു നല്ല യൂസ്ഫുള്ളായൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഫുള്ള് കാണാൻ നോക്കുക. നമ്മളെ സബ്സ്ക്രൈബ് അടിക്കുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക ഗൈസ്. നമുക്ക് വീട്ടിലോട്ട് നേരെ പോകാം ഗൈസ്. ഇതിൽ നിങ്ങൾക്കൊരു VPN യൂസ് ആക്കണം ഗൈസ്. VPN എന്താ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഫ്രീ ഫയറിൽ എങ്ങനെ സർവർ മാറ്റണം എന്നൊക്കെയാണ് ഗൈസ് ഈ VPN. ഈ VPN നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ആക്കുക ഗൈസ്. ഞാനിവിടെ യൂസ് ആക്കുന്ന പ്രോട്ടോൺ VPN ആണ് ഗൈസ്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുന്ന പ്ലേ സ്റ്റോറിൽ പോയി അടിച്ചു കൊടുത്താൽ നമ്മൾ കിട്ടും ഗൈസ്. പ്രോട്ടോൺ VPN അടിച്ചു കൊടുത്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അത് കിട്ടുന്നതായിരിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യണം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ കണക്ട് ഓപ്ഷനിൽ ഞെക്കിയാൽ മതി. ഇതിൽ നമ്മൾ കുറേ കൺട്രീസ് ഉണ്ട്. കണക്ട് നിൽക്കുമ്പോൾ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ കണക്റ്റ് ആയിട്ട് നമ്മൾ ജപ്പാൻ സർവറിലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. അത് ഓട്ടോ ആയിട്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഫ്രീ ഫയറിൻ്റെ അകത്ത് പോയിട്ട് പരിപാടികളാണ് ഗൈസ്. അപ്പോൾ ഫ്രീ ഫയറിൻ്റെ അകത്തോട്ട് പോയി നോക്കാം. നമ്മളെന്തായാലും ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഗെയിമിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലൊരു ഓപ്ഷൻ നമ്മളെ സെറ്റിംഗ് ഓപ്ഷനിലോട്ട് പോവുക ഗൈസ്. നമ്മുടെ സെറ്റിംഗ് ഓപ്ഷനിലാണ് നമ്മൾ ഈ സംഭവം. എന്നിട്ട് നമ്മൾ ഇൻഫോർമേഷൻ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിൽക്കുക. നമുക്ക് ഫ്രീ ഫയറിലോട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മളെ ഹിറ്റ് എഫക്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഏതാ വെക്കേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസിക്കാണ് ഗൈസ് നമ്മൾ വെക്കേണ്ടത്. ഈ ക്ലാസിക് വെച്ചാലാണ് നമുക്ക് ബ്ലഡ് എഫക്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഡാർക്ക് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡാർക്ക് വെക്കുകയാണ് നമ്മളെ എനിമീൻ്റെ അടിക്കുമ്പോൾ നമുക്ക് ഡാർക്കായിട്ടായിരിക്കും കേസ് വരിക. നമുക്കിപ്പോൾ ബ്ലഡ് എഫക്റ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ക്ലാസിക്കാണ് കേസ് വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഫ്രീ ഫയറിലോട്ട് നമ്മൾ ബ്ലഡ് എഫക്റ്റ് അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് യൂസ് ആക്കി നോക്കുക ഗൈസ്. എല്ലാവർക്കും ഇത് വർക്കിംഗ് ആണെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക ഗൈസ്. നമ്മൾ അടിക്കുമ്പോൾ കണ്ടോ, നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. നമ്മൾ അടിക്കുമ്പോൾ കണ്ടോ നമ്മളെ പണ്ടത്തെ എലിമിനേഷൻ്റെ ഇതാണ് ഗൈസ് വരുന്നത്. നമ്മൾ അടിക്കുമ്പോൾ കണ്ട ഗൈസ് മേളിൽ നമ്മളെ പണ്ടത്തെ എലിമിനേഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിങ് നന്നായിട്ട് പോകുന്നുണ്ട് ഗൈസ്. 200 300 നമ്മളെ പിങ് പോകുന്നത്. ഈ പിങ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഫ്രീ ഫയർ നന്നായിട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ പിങ് എങ്ങനെ മാറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നമ്മൾ നേരെ പോയി നമ്മളെ പ്രോട്ടോൺ VPN പോയിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ ഫ്രീ ഫയർ ഓപ്പൺ ആക്കി വെച്ചിട്ട് തന്നെ നമ്മൾ പോയി ഡിസ്കണക്ട് ചെയ്യണമല്ല. നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പോയി ഡിസ്കണക്ട് ചെയ്താൽ ഇത് പിന്നെ നിങ്ങളൊന്നും കൂടെ ചെയ്യേണ്ടി വരും. അപ്പം ക്ലോസ് ചെയ്യാതെ പോയിട്ട് നിങ്ങൾ നമ്മളെ VPN ഓഫാക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. ഈ ഒരു യൂസാക്കിയാൽ നമ്മളെ അക്കൗണ്ട് ബാൻ ആവുമോ, നമ്മളെ അക്കൗണ്ട് പോകാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ എല്ലാവർക്കും ഉള്ള ചോദ്യമാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ട്രൈ ചെയ്യിപ്പിച്ചത് നമ്മളെ ഫ്രണ്ടിനെയും കൊണ്ടാണ്. ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് പോയാൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവനെയും കൊണ്ടാണ് ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ യൂസാക്കിയത്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ എല്ലാവരും ഇത് തന്നെയാണ് ഗൈസ് യൂസാക്കുന്നത്. അപ്പോൾ ഈ യൂസാക്കിക്കൊണ്ട് നമ്മളെ അക്കൗണ്ടൊന്നും പോകാനൊന്നും പോകുന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ യൂസാക്കി ഇപ്പോൾ 1 മാസം അത്രയായി ഗൈസ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മളെ യൂട്യൂബിൽ എല്ലാവർക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും അടിച്ച് നമ്മളെ സപ്പോർട്ടാക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് നമ്മളെ ഓൾഡ് ഫ്രീ ഫയർ ഞാൻ കളിക്കുന്ന ഒരു വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർ അത് കയറി കണ്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ പോവുകയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോ കൊണ്ട് വരാം ഗൈസ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചു. അപ്പോൾ അടുത്ത എന്ത് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു അടിപൊളി വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്തത് വിടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.